നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഭീഷ്ടവരദായിനിയായ ദേവിയുടെ തിരുമുറ്റത്ത് വെച്ച് ഞാൻ അവളെ കണ്ടു. എന്റെ നേർക്കുനേരെ. ഞാൻ കണ്ടത് ആരെയാണെന്നോ? എന്റെ അമ്മൂനെ. അമ്പലത്തിന്റെ പുറത്ത് വെച്ച് ഞാൻ ഒരാളുമായി സംസാരിച്ചു നിന്നില്ലേ, അവളാ എന്റെ അമ്മ. അർച്ചന, എടോ, എന്താ ഇത്? അർച്ചന, അർച്ചന പ്ലീസ് കരയില്ലേ അർച്ചന. അർച്ചന, അർച്ചന, താൻ ഇത്രയേ ഉള്ളൂ അല്ലേ? ഞാനതല്ല സച്ചേട്ടൻ, ലോകത്തിലെ ഏതൊരു പെണ്ണും ഇതുപോലൊരു സാഹചര്യത്തിൽ ഇത്രേ ഉള്ളൂ. താൻ എന്റെ സുഹൃത്തല്ലേ? നമ്മൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളല്ലേ? ഒരു സുഹൃത്തിനെ മനസ്സിലാക്കണ്ടേ? സോറി സച്ചേട്ടാ. തന്നെ ഞാൻ കുറ്റം പറയില്ല. പക്ഷേ എന്റെ മനസ്സിൽ നിന്നും ഇത്രയും കാലം അടക്കി വെച്ചിരുന്ന വലിയൊരു ഭാരം ഇപ്പോഴില്ല. എനിക്ക് ഇത്രയും കാലം മനസ്സിൽ ഭാരം ഉണ്ടായിരുന്നു സച്ചേട്ടാ. ഇപ്പോ അത് 100 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. ഞാൻ അവളെ തീരെ അവിടെ പ്രതീക്ഷിച്ചതല്ല അർച്ചന. എത്രയോ നാളുകൾക്ക് ശേഷം അവളെ ഒന്ന് കാണുന്നത്. ദേവി സച്ചേട്ടന്റെ മനസ്സ് കാണുന്നുണ്ട്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ സച്ചേട്ടനോട്? കളവ് മാത്രം പറയരുത്. ചോദിക്കേ. കല്യാണത്തിലെ പോലെ ക്ഷേത്രത്തിൽ വെച്ച് എന്റെ കഴുത്തിൽ മാല ഇടുമ്പോ ആരായിരുന്നു സച്ചേട്ടന്റെ മനസ്സിൽ? ആരുടെ നെറ്റിയില സച്ചേട്ടൻ കുങ്കുമയിട്ടത്? അർച്ചന, അത് വേണ്ട സച്ചേട്ടാ, ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. മനസ്സിലാരായിരുന്നെന്നും എന്തായിരുന്നെന്നും ദേവിക്ക് അറിയായിരുന്നല്ലോ. അതുകൊണ്ടാവും അമ്മൂനെ നേരിൽ കാണിച്ചു തന്നത്. അറിയില്ല അർച്ചന, താൻ പറഞ്ഞ സത്യം. മനസ്സ് എവിടേക്ക് വഴിമാറിപ്പോയിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.